പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ ഒരു കഥ കേൾക്കൂ. അയനയുടെ ആകാശം. അയനമോൾക്ക് ആകാശം വലിയ ഇഷ്ടമായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കി അവൾ പറയും, ഒരു നാൾ ഞാനും നിങ്ങൾക്കരികിലെത്തും. സ്കൂളിൽ ഒരു ദിവസം ശാസ്ത്ര അധ്യാപകൻ ബഹിരാകാശ യാത്രയെക്കുറിച്ച് വിശദമായി പറഞ്ഞു. റോക്കറ്റ് എങ്ങനെ പറക്കും? ഭൂമിയുടെ ഗുരുത്വാകർഷണം എങ്ങനെ പ്രവർത്തിക്കുന്നു? ബഹിരാകാശത്ത് ഭാരമില്ലാത്ത അവസ്ഥ എന്താണ്? അങ്ങനെ ഓരോ നിരീക്ഷണങ്ങൾ. ഇവയെല്ലാം കേട്ടപ്പോൾ അയനയുടെ കൗതുകം കൂടി. ഇത് വെറും ഒരു സ്വപ്നമല്ല, ശാസ്ത്രീയമായി പഠിച്ചാൽ നമുക്കും സാധ്യമാണ്. അധ്യാപകന്റെ വാക്കുകൾ അവൾക്ക് വലിയ പ്രചോദനമായി. അതിനുശേഷം അയന പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകി. ഗണിതവും ഭൗതികശാസ്ത്രവും പ്രിയപ്പെട്ട വിഷയങ്ങളായി. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്നത് ഇന്ധനം കത്തിച്ച് പുറന്തള്ളുന്ന വാതകത്തിൻ്റെ ശക്തിയാൽ മുന്നോട്ടു പോകുന്ന പ്രക്രിയയാണെന്ന് അവൾ മനസ്സിലാക്കി. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കാൻ അതിശക്തമായ വേഗത ആവശ്യമാണെന്നും പഠിച്ചു. കാലം കടന്നുപോയി. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുഗ്രഹത്തോടെ അയന ബഹിരാകാശ യാത്രാ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു. അവിടെ കൃത്യമായ നിയമങ്ങൾ പഠിച്ചു. പറക്കുന്നതിന് മുമ്പ് എല്ലാ ഉപകരണങ്ങളും പരിശോധിക്കണം. സ്പേസ് ഷൂട്ട് ശരിയായി ധരിക്കണം. ഓക്സിജൻ സംവിധാനങ്ങൾ നിയന്ത്രിക്കണം. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇതെല്ലാം അവളുടെ ദിനചര്യയുടെ ഭാഗമായി. ബഹിരാകാശ നിയമങ്ങളും അവൾ പഠിച്ചു. ഓരോ ചലനവും നിയന്ത്രിതമായിരിക്കണം. ഭാരമില്ലാത്ത അവസ്ഥയിൽ ചെറിയ തള്ളൽ പോലും വസ്തുക്കളെ വലിയ ദൂരത്തേക്ക് നീക്കാം. കൂട്ടാളികളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുക. ബഹിരാകാശത്ത് ഒരാൾക്ക് മാത്രം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൾ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും പങ്കെടുത്തു. ഭാരമില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം ഗോളാകൃതിയിൽ മാറുന്നത് കണ്ടു. ചെറിയ സസ്യങ്ങൾ ബഹിരാകാശത്ത് വളരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. മനുഷ്യശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ചു. അവസാനം ബഹിരാകാശ യാത്രയ്ക്കുള്ള അവസരം ലഭിച്ചു. യാത്രയുടെ ദിവസം വളരെ ശ്രദ്ധയോടെ തയ്യാറായി. സ്പേസ് സ്യൂട്ട് ധരിച്ചു. ഹെൽമറ്റ് ഉറപ്പിച്ചു. ഓക്സിജൻ നില പരിശോധിച്ചു. ഗ്രൗണ്ട് കൺട്രോളുമായി ബന്ധം ഉറപ്പാക്കി. റോക്കറ്റ് വലിയ ശബ്ദത്തോടെ കുതിച്ചു. റോക്കറ്റ് ജ്വലിച്ചുയരുന്ന നേരത്ത് തൻ്റെ ശരീരഭാരം കൂടിക്കൂടി വരുന്നതായി അയനയ്ക്ക് തോന്നി. ഹോ, എന്തൊരു ഭാരം! അവൾ മനസ്സിലോർത്തു. 8-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരീരഭാരം സാവധാനം കുറയുന്നത് പോലെ തോന്നി. കുറച്ചു സമയത്തിനുള്ളിൽ അയന ഭാരമില്ലാത്ത അവസ്ഥയിലെത്തി. ശരീരം തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. ഭൂമിയെ നോക്കിയപ്പോൾ അതൊരു നീല നിറമുള്ള മനോഹരമായ ഗോളമായി കാണപ്പെട്ടു. ബഹിരാകാശത്ത് പഠിച്ച കാര്യങ്ങൾ അവളെ അത്ഭുതപ്പെടുത്തി. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ അതിവേഗം ചൂടാകുന്നു. നിഴലിൽ വളരെ വേഗം തണുപ്പാകുന്നു. ഭാരമില്ലാത്ത അവസ്ഥയിൽ വെള്ളം ചെറിയ ഗോളങ്ങളായി പറന്നു നടക്കുന്നത് കണ്ടു. ലക്ഷ്യം പൂർത്തിയാക്കി എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം സുരക്ഷിതമായി അവൾ ഭൂമിയിലേക്ക് മടങ്ങി. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അയനയ്ക്ക് ചുറ്റും കുട്ടികൾ കൂടി നിന്നു. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു, സ്വപ്നം കാണുന്നത് നല്ലതാണ്, പക്ഷേ അതിനെ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായ തയ്യാറെടുപ്പും നിയമങ്ങളുടെ കൃത്യമായ പാലിക്കലും അത്യാവശ്യമാണ്. അവളുടെ കഥ കേട്ട കുട്ടികൾക്കും ആകാശത്തെക്കുറിച്ചുള്ള കൗതുകം കൂടി വന്നു. അയനയെപ്പോലെ അവരും ഒരിക്കൽ നക്ഷത്രങ്ങളെ സ്പർശിക്കുമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചു.